ഓട്ടോ ഡ്രൈവറിൽ നിന്നും വിമാന കമ്പനി ഉടമയിലേക്ക്. കേട്ടിട്ട് അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളിലും ഹാർഡ് വർക്കിലും വിശ്വസിക്കാത്ത ഒരാളാണെന്നേ ഞാൻ പറയൂ. സ്വപ്നങ്ങൾക്ക് പിന്നാലെ കുതിക്കാനുള്ള മനക്കരുത്തുണ്ടെങ്കിൽ കയ്യെത്തിപ്പിടിക്കാനാകാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിക്കുകയാണ് ശംഖ് എയർലൈൻസിന്റെ സ്ഥാപകൻ ശ്രാവൺ കുമാർ വിശ്വകർമ്മ. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിലെ കാൺപൂർ നഗരത്തിലെ തിരക്കേറിയ വഴികളിൽ ഓട്ടോയും ടെമ്പോയും ഓടിച്ച് ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരൻ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പുതിയ വിമാന കമ്പനിയായ ശംഖ് എയറിന്റെ സ്ഥാപകൻ. ശ്രാവൺ കുമാർ വിശ്വകർമ്മയുടെ ജീവിതം ഏതൊരു സിനിമയെയും വെല്ലുന്ന ഒരു യഥാർത്ഥ വിജയഗാഥയാണ്. ഔപചാരിക വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്നുമില്ലാതിരുന്നിട്ടും ഓട്ടോ ചക്രമുരുട്ടി ജീവിതം തുടങ്ങിയ ഒരാൾ എങ്ങനെയാണ് ആകാശത്തിന്റെ അധിപനാകാനുള്ള സ്വപ്നം സ്വന്തമാക്കിയത്? എവിടെ നിന്നായിരുന്നു ഈ യാത്രയുടെ തുടക്കം? കാൺപൂരിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ശ്രാവൺ കുമാറിന്റെ ജനനം. വലിയ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കുടുംബം പുലർത്താനായി ചെറുപ്പത്തിലെ അദ്ദേഹം ഡ്രൈവിംഗ് സീറ്റിലെത്തി. കാൺപൂരിലൂടെ ഉപജീവനത്തിനായി ടെമ്പോ ഓടിക്കുമ്പോഴും ചെറിയ ലോകത്തിനപ്പുറം വിശാലമായ ആകാശത്തെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. എന്നാൽ വെറുമൊരു ഡ്രൈവറായി മാത്രം ഒതുങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. സ്റ്റിയറിംഗ് പിടിച്ച കൈകളിൽ നിന്ന് തന്റെ ഭാവിയെ തന്നെ പിടിച്ചെടുക്കാൻ ശ്രാവൺ കുമാർ തീരുമാനിച്ചു. ഓരോ ചുവടും ശ്രദ്ധയോടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച. ഓട്ടോ ഡ്രൈവറായി തുടങ്ങി. പിന്നീട് ടെമ്പോയും ചരക്കു വാഹനങ്ങളും ഓടിച്ച് ഗതാഗത രംഗത്ത് അനുഭവ സമ്പത്ത് നേടി. 2014 സിമന്റ് വ്യാപാരത്തിലേക്ക് ചുവടുവെച്ചു. സിമന്റ് വ്യാപാരത്തിലെ വിജയം സ്റ്റീൽ ബിസിനസ്സിലേക്ക് വളരാൻ അദ്ദേഹത്തിന് ധൈര്യം നൽകി. താൻ പഠിച്ച ഗതാഗത രംഗത്തേക്ക് കൂടുതൽ കരുത്തോടെ അദ്ദേഹം തിരിച്ചെത്തി. താമസിയാതെ 400-ലധികം ട്രക്കുകളുടെ ഉടമയായി അദ്ദേഹം മാറി. ഈ ബിസിനസ്സുകളെല്ലാം വലിയ വിജയമായപ്പോഴും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതലുള്ള ഏറ്റവും വലിയ സ്വപ്നം പൂവണിയാതെ കാത്തിരിക്കുകയായിരുന്നു: ആകാശത്തൊരു ശംഖ്. 4 വർഷം മുൻപാണ് ശ്രാവൺ കുമാർ തന്റെ കുട്ടിക്കാലത്തെ ആഗ്രഹം പൊടി തട്ടിയെടുത്തത്: സ്വന്തമായി ഒരു വിമാന കമ്പനി തുടങ്ങുക. ഉത്തർപ്രദേശിലെ ആദ്യത്തെ വിമാന കമ്പനി എന്ന സ്വപ്നത്തിനായി അദ്ദേഹം പ്രയത്നിച്ചു തുടങ്ങി. വ്യോമയാന മേഖലയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് കഠിനമായി പ്രയത്നിച്ച് അദ്ദേഹം മുന്നോട്ടു പോയി. ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യത്തിന്റെ വക്കിലാണ്. ശംഖ് എയർ എന്ന പേരിൽ കേന്ദ്ര സർക്കാരിന്റെ NOC നേടിക്കഴിഞ്ഞു. തുടക്കത്തിൽ ലക്നൌവിൽ നിന്ന് ഡൽഹി, മുംബൈ പോലുള്ള നഗരങ്ങളിലേക്ക് സർവീസ് നടത്താനും അതിനായി എയർബസ് വിമാനങ്ങൾ വാടകയ്ക്ക് എടുക്കാനും അദ്ദേഹം പദ്ധതിയിട്ടിട്ടുണ്ട്. എന്നാൽ വലിയ വ്യവസായിയായി മാറിയപ്പോഴും ശ്രാവൺ കുമാർ താൻ വന്ന വഴി മറന്നില്ല. അത് അദ്ദേഹത്തിന്റെ വിമാന കമ്പനിയുടെ ലക്ഷ്യത്തിലും വ്യക്തമാണ്. സാധാരണക്കാർക്കായുള്ളൊരു എയർലൈൻ, അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. ഇൻഡിഗോയും എയർ ഇന്ത്യയും പോലുള്ള വമ്പന്മാർ ഭരിക്കുന്ന വലിയ മുതൽ മുടക്ക് ആവശ്യമുള്ള ഒരു മേഖലയിലേക്കാണ് ശ്രാവൺ കുമാർ ധൈര്യപൂർവ്വം കാലെടുത്തു വെക്കുന്നത്. ഇടത്തരക്കാരെയും സാധാരണക്കാരെയുമാണ് ശംഖ് എയർ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. അദ്ദേഹത്തിന്റെ വാഗ്ദാനം എന്തെന്നോ? സീസൺ സമയങ്ങളിൽ ടിക്കറ്റ് നിരക്ക് കൂട്ടില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. വലിയ തിരക്കുള്ള സമയങ്ങളിൽ ടിക്കറ്റ് നിരക്ക് പല മടങ്ങ് വർദ്ധിപ്പിച്ച് ലാഭം കൊയ്യുന്ന വിപണിയിൽ ഈ ഒരു നിലപാടാണ് ശംഖ് എയറിനെ വ്യത്യസ്തമാക്കുന്നത്. ശ്രാവൺ കുമാറിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. നിങ്ങളുടെ തുടക്കം എവിടെ നിന്ന് എന്നതല്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതാണ് എന്നതാണ് കാര്യം. ഒരു ടെമ്പോയുടെ താക്കോലിൽ നിന്ന് ഒരു വിമാന കമ്പനിയുടെ നിയന്ത്രണത്തിലേക്ക് ഒരു മനുഷ്യന് യാത്ര ചെയ്യാമെങ്കിൽ, പറന്നെത്താമെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഉയരം തീരുമാനിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ പ്രധാനം.